അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ആഡ് റാങ്ക് ചെയ്യണമെന്നുള്ളതാണ്. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, അസറ്റ് ഹോംസ് 25 രൂപ കൊടുക്കാന്ന് പറഞ്ഞു കോസ്റ്റ് പെർ ക്ലിക്ക്. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി കെൻഡ് ഹോംസ് 15 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി ട്രിനിറ്റി ബിൽഡേഴ്സ് 40 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഇവരുടെ ക്വാളിറ്റി സ്കോർ ആണ്. അപ്പൊ ഗൂഗിൾ ആഡ് റാങ്ക് ചെയ്യാന്ന് പറഞ്ഞാല് ആഡ് റാങ്ക് ക്വാളിറ്റി സ്കോർ ഇൻറ്റു കോസ്റ്റ് പെർ ക്ലിക്ക്, അതിന്റെ ടോട്ടലിന്റെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് റാങ്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്വാളിറ്റി സ്കോർ കണക്ക്? ക്വാളിറ്റി സ്കോർ എന്ന് പറയുന്നത് 0 to 10 വരെയാണ്. 0 ഏറ്റവും കുറവ്, പിന്നെ അതിന് കൂടുതലാണ് 1 2 3 10 വരെ കിട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നർത്ഥം. ക്വാളിറ്റി സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ കീവേഡും നിങ്ങളുടെ ടെക്സ്റ്റ് ആഡും തമ്മിൽ നല്ല റിലേഷൻ വേണം. അതുകൊണ്ടാണ് ആഡ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഇപ്പൊ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, SEO ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ SEO ട്രെയിനിങ്ങിലെ ആഡ് ഗ്രൂപ്പിലുള്ള കീവേഡും ആ ആഡ് ഗ്രൂപ്പിലുള്ള ടെക്സ്റ്റ് ആഡും തമ്മിൽ നല്ല റിലേഷൻ വേണം. അപ്പൊ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കൂടും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ ആഡും ക്ലിക്ക് ചെയ്ത് പോകുന്ന ലാൻഡിംഗ് പേജ് URL ഉണ്ട്, ഫൈനൽ URL ലാൻഡിംഗ് പേജ്, അതും തമ്മിൽ നല്ല റിലേഷൻ വേണം. നിങ്ങളിപ്പോ SEO ട്രെയിനിങ് കൊച്ചിന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോകണം സോഷ്യൽ മീഡിയ ട്രെയിനിങ് പേജിലേക്ക് പോകരുത്, SEO ട്രെയിനിങ്ങിന്റെ പേജിലേക്ക് തന്നെ പോകണം. അപ്പൊ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കൂടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്രയോ ആഡ് ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കുന്നു അത്രയ്ക്ക് നിങ്ങളുടെ ആഡ് പെർഫോം ചെയ്യും. ഇനി ഒരു ഫാക്ടറും കൂടി ഉണ്ട്, എക്സ്പെക്ടഡ് ക്ലിക്ക് ത്രൂ റേറ്റ്. നിങ്ങൾക്ക് നല്ല CTR ഉണ്ടാവണം. CTR ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആഡൊക്കെ എഴുതി നല്ല ആഡാണെങ്കിൽ അപ്പൊ നിങ്ങളുടെ CTR കൂടാം. ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത് ആഡ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്. ഓപ്പൺ ചെയ്തോ. നിങ്ങളെ റൈറ്റ് സൈഡില് മോളില് കണ്ട കോളംസ്, അതിന്റെ അപ്പുറം കോളംസ്, അതന്നെ ഇപ്പുറം കോളംസ് ആണ്. ഏറ്റവും അടിയിലുണ്ട് ക്വാളിറ്റി സ്കോർ, അത് ക്ലിക്ക് ചെയ്യാം. ക്വാളിറ്റി സ്കോർ ക്ലിക്ക് ചെയ്യും, സെലക്ട് ചെയ്യും, ഫസ്റ്റ് അപ്ലൈ. കണ്ട ഒരു ക്വാളിറ്റി സ്കോർ എന്ന് പറഞ്ഞ ഒരു ടാബ് ഒന്നുണ്ടോ? മനസ്സിലായോ? അവിടെ എഴുതിക്കണേക്ക് ക്വാളിറ്റി സ്കോർ ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് how relevant your ads, keyword and landing page are to a person who sees your ad. High quality score typically lead to lower cost and better ad position. നേരത്തെ നിങ്ങളൊരു സാധനം കണ്ടില്ലേ? ഇവിടെ ഒന്നാമത് റാങ്ക് കിട്ടുന്ന ആളാരാ? കെൻഡ് ഹോംസ്. പുള്ളി ഒരു ക്ലിക്കിന് 15 രൂപ കൊടുക്കണുള്ളൂ. മനസ്സിലായോ? അതായത് ക്വാളിറ്റി സ്കോർ കൂടുന്നോറും നിങ്ങളുടെ കോസ്റ്റ് പെർ ക്ലിക്ക് കുറയാണ്. നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പൈസ അവൻ വേസ്റ്റ് ചെയ്ത് കളയും. അതിനുള്ള എക്സാമ്പിൾ ആണത്. നന്നായിട്ട് അറിയാത്തവൻ ചെയ്തപ്പോ അവൻ ഒരു ക്ലിക്കിന് 40 രൂപ കൊടുക്കണേ, എന്നിട്ട് അവന്റെ ആഡ് ഫസ്റ്റ് വന്നില്ല. ക്ലിയർ ആയോ? ഞാൻ ടൂളിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകണ്ട പയ്യെ. വീണ്ടും ആ ടൂൾസ് ആൻഡ് സെറ്റ് ടൂൾസ് എടുത്ത് മുകളില് ടോപ്പ് റൈറ്റില് ടൂൾസ്, ടോപ്പ് അവിടെ പ്ലാനിങ്ങിന്റെ അടിയിൽ ഏറ്റടി കണ്ട ആഡ് പ്രിവ്യൂ ആൻഡ് ഡയഗ്നോസിസ്. ഇവിടെ ഞാൻ എന്റെ കാണിച്ചു തരാം.
ആഡ് പ്രിവ്യൂ ആണ്. ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിന്റെ. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പൊ ഇവിടെ കേരളം സെലക്ട് ചെയ്യാം. ആ ലൈവ് ക്യാമ്പയിൻ ഞാൻ സെലക്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. എനിക്ക് മൊബൈലും ഉണ്ട്, ഡെസ്ക്ടോപ്പിൽ ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം. ഏത് കീവേഡാണോ നിങ്ങൾ അതിൽ ഉപയോഗിച്ചേക്കണം ഉപയോഗിക്കുക. ഇവിടെ ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കീവേഡാണ് SEO ട്രെയിനിങ് ഇൻ കൊച്ചിൻ. സെർച്ച് ചെയ്യാം. കേട്ടാ ആഡ് ഇപ്പൊ വരുന്നില്ല എന്നാണ് പറയുന്നത്. കണ്ടാ യുവർ ആഡ് ഈസ് ഷോയിങ്. അപ്പൊ ഇത് കണ്ട എങ്ങനെയാണ് നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ എന്റെ ആഡ് ലൈവ് ആണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്റെ ആഡ് കണ്ടാ, എന്റെ കമ്പനിയുടെ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ആഡ് ഒരു അമേരിക്കയിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാൻ പറ്റും ആഡ് അവിടെ എങ്ങനെയാ വരണേ എന്നുള്ളത്. ഇതില് റാങ്കിങ് കാണിക്കൂ. ആ റാങ്കിങ് കാണിച്ചില്ല. നമ്മുടെ ഒന്നാമത് കിടക്കുന്നു. നമ്മുടെ റാങ്ക് രണ്ടാമത് കാണാം. എവിടെയാണ് ആഡ് പ്ലേസ് ആക്കണം അത് കാണിച്ചു തരും. ക്ലിയർ ആയോ? ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആഡ് ചെക്ക് ചെയ്യരുത്. അതായത് നമ്മൾ നോർമൽ ഇപ്പൊ നിങ്ങൾ സപ്പോസ് കേരളത്തിലേക്കാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കേരളത്തിലാണല്ലോ. അപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് കാണാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ആഡ് നോക്കരുത്. നിങ്ങൾ ആഡ് പ്രിവ്യൂ ടൂൾ വഴി നോക്കണം. അനാവശ്യമായി ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യരുത്. കാരണം എന്താ, നിങ്ങൾ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാതെ അപ്പൊ ക്ലിക്ക് കുറയും, CTR കുറയും. നിങ്ങൾ തന്നെ നിങ്ങളുടെ PC എടുത്ത് നോക്കുമ്പോൾ ഇംപ്രഷൻ ജനറേറ്റ് ആവാണ്. ആഡ് പ്രിവ്യൂ ടൂൾ വഴി നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രഷൻ ജനറേറ്റ് ആവില്ല. അപ്പൊ വെറുതെ നമ്മൾ ഇംപ്രഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവർ വിചാരിക്കും നമുക്ക് CTR കിട്ടണില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ക്വാളിറ്റി സ്കോർ ഒക്കെ പോകും. ക്വാളിറ്റി സ്കോറും ഇംപ്രഷൻസിന്റെയും ഒന്ന് റിലേഷൻസ് പറഞ്ഞു തരും. എങ്ങനെയാണ് ഞങ്ങളുടെ ഗൂഗിൾ സെർച്ചിൽ അത് ക്ലിക്ക് ചെയ്താൽ ഇംപ്രഷൻ ഉണ്ടാവും. നിങ്ങള് ഇപ്പൊ കേരളത്തിലാണ് ആഡ് ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിപ്പോ നിങ്ങൾ കേരളത്തിലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ ഇപ്പൊ ദുബായിലാണ് നിങ്ങൾ ആഡ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗൂഗിളിൽ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് അവിടെ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യും? ആഡ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ പോയി നോക്കരുത്. നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ വെറുതെ അനാവശ്യമായിട്ട് കുറെ ഇംപ്രഷൻ ക്രിയേറ്റ് ആവാണ്. അപ്പൊ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് അഗേൻസ്റ്റ് ഉള്ള ക്ലിക്ക് വന്നില്ല. അപ്പൊ CTR കുറയാണ്, ക്ലിക്ക് ത്രൂ റേറ്റ്. അപ്പൊ CTR കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി സ്കോറിനെ ബാധിക്കുന്നത്. അതാണ് എക്സ്പെക്ടഡ് ക്ലിക്ക് ത്രൂ റേറ്റിന്റെ കാര്യം പറഞ്ഞു ഞാൻ. മൂന്നാമത്തെ, അതായത് ആദ്യം ആഡും കീവേഡും ടെക്സ്റ്റ് ആഡും തമ്മിലുള്ള റിലേഷൻ, പിന്നെ ആഡും ലാൻഡിംഗ് പേജും തമ്മിലുള്ള റിലേഷൻ, പിന്നെ ഇതും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എടുത്തേ. ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്തേ. ലെഫ്റ്റ് സൈഡിൽ ഡിവൈസസ് ഉണ്ട്. ഡിവൈസസ് അടിയിൽ ആ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ആഡ് ഡെസ്ക്ടോപ്പിൽ മൊബൈൽ വരുത്തണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ മൊബൈൽ ഫോൺസിന്റെ അവിടെ ബിഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ബിഡ് അഡ്ജസ്റ്റ്മെന്റ് അത് ക്ലിക്ക് ചെയ്ത് അവിടെ ഡിക്രീസ് ആക്കിയേ. അത് കറക്റ്റ് ആണ്. ക്ലിക്ക് ചെയ്താ ഡിക്രീസ് ആക്കുക. ഡിക്രീസ് 100% കൊടുത്തേ. ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങളുടെ ആഡ് സപ്പോസ് കോസ്റ്റ് പെർ ക്ലിക്ക് $10 10 വിചാരിക്കുക. അപ്പൊ അത് മൊബൈലിൽ എത്ര വരും? 0 ആവും. കണ്ടാ? സേവ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ബിഡ് അഡ്ജസ്റ്റ്മെന്റ് നടത്താം. അപ്പൊ ഈ കേസിൽ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരില്ല.
ക്ലിയർ ആയോ? മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇനി ലെഫ്റ്റ് സൈഡ് ലൊക്കേഷൻ കണ്ടോ? ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ ബിഡ് അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ മാത്രം ഒരു ബിഡ് വെക്കാം. അതായത് തമിഴ്നാട് കൊടുത്തേ. ആ ക്ലിക്ക് ചെയ്യും. അവിടെ വേണമെങ്കിൽ 25% കൂട്ടി കൊടുക്കാം. കൂട്ടി കൊടുത്തേ. അപ്പൊ നിങ്ങൾ സാധാരണ ബിഡ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതൽ ബിഡ് ആയിരിക്കും തമിഴ്നാട്ടിൽ മാത്രം. എല്ലാവർക്കും മനസ്സിലായോ? ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പോ കേരളത്തില് ഒരു എല്ലാ ഡിസ്ട്രിക്റ്റിലും ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ ബിഡ് നിങ്ങൾ കൂട്ടിയിടാൻ നോക്കാം. ചില പ്രൊഡക്റ്റുകൾക്ക് മൊബൈൽ ഫോണിൽ നിന്നായിരിക്കില്ല ബിസിനസ് വരാ, ഡെസ്ക്ടോപ്പിൽ നിന്നായിരിക്കും. മൊബൈൽ ഫോണിൽ വഴി നോക്കണം, അത്ര സീരിയസ് ആൾക്കാരായിരിക്കില്ല ചില കേസുകളിൽ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ എന്ത് ചെയ്യാം, ആഡ് വരുത്താണ്ടിരിക്കാം, ഡിവൈസ് വെച്ച് ടാർഗറ്റ് ചെയ്യാം, ഓരോ ലൊക്കേഷനിലും സെപ്പറേറ്റ് ബിഡ് കൊടുക്കാം. ഇത് ബിഡ് അഡ്ജസ്റ്റ്മെന്റിൽ എത്ര പെർസെന്റേജ് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 15%, 25% ഇത് ഇൻക്രീസ് ചെയ്യുന്നൊന്നും എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും? അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതായത് നിങ്ങൾ ഒരു ക്ലിക്കിന് 25 രൂപ ഇട്ടേക്കണേ. 25 രൂപ ഇട്ടു അല്ലെ, പോട്ടെ 50 രൂപ ഇട്ടു. 50 രൂപ ഇട്ട് കഴിഞ്ഞപ്പോ അതിന്റെ 25% എന്ന് പറയുമ്പോ ആ ഇൻക്രീസ് ചെയ്യുമ്പോ അവിടെ അതിന്റെ 25% കൂടുതലായിരിക്കും ആ പ്ലേസ് ആ സ്ഥലത്ത് ബിഡ് കൂടുതൽ. ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത് എന്താണ് വരാത്ത ലൊക്കേഷനോ? ലൊക്കേഷന്റെ മറ്റേ ബിഡ് ചെയ്യുന്ന മെനു എന്തെങ്കിലും കണ്ടില്ല. വരട്ടെ. ഇത് ഏതാണ് ഇങ്ങനെയൊക്കെ വരണേ? നിങ്ങൾ എന്ത് രീതിയിലെ ക്യാമ്പയിൻ ചെയ്തേക്കണ അങ്ങനെ വെച്ചത്? മോൾ ബാക്ക് അടിച്ചേ. ഇത് നിങ്ങള് മറ്റേ ബേസിക് മോഡലിൽ ക്യാമ്പയിൻ ആക്കിയല്ലേ? ലേറ്റസ്റ്റ് ഉണ്ടാക്കിയതാ? ഒരു മിനിറ്റ്, ലെഫ്റ്റ് സൈഡിൽ കണ്ട ലൊക്കേഷൻ അടിയില് ഇപ്പൊ ലൊക്കേഷൻ നിങ്ങൾ കീവേഡുമ്പോ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞില്ലല്ലേ? ബാക്ക് അടിക്ക്. ഈ ലൊക്കേഷൻ വരും അടിയില്. മനസ്സിലായ? അത് ക്ലോസ് ചെയ്. പല്ലിയോടി കണ്ട ആ ബിഡ് അഡ്ജസ്റ്റ്മെന്റ് ക്ലിക്ക് ചെയ്തേ. ഓരോ സിറ്റി വൈസ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ലൊക്കേഷൻ വരുന്നത് എപ്പോഴാന്ന് പറയുമ്പോ ക്യാമ്പയിൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ്. അവിടെ ആഡ് ഗ്രൂപ്പ് കീവേഡിൽ വരില്ല. ആരുടേത് ശ്രദ്ധിക്ക. ഓൾ ക്യാമ്പയിൻ എടുത്തേ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ ലെഫ്റ്റ് സൈഡിലുള്ള കുറെയൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇനി ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത് അത് വേണ്ട. ലെഫ്റ്റ് സൈഡിൽ കണ്ട ചേഞ്ച് ഹിസ്റ്ററി കണ്ടോ? ഏറ്റടിയില് ചേഞ്ച് ഹിസ്റ്ററി. അതായത് ഇത് നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കാം. ചേഞ്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞാല്
ശ്രദ്ധിക്കട്ടെ എല്ലാവരും. ചേഞ്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞ നിങ്ങളെ ക്യാമ്പയിനുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തിയിരിക്കണേ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇന്നലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇതിന്റെ യൂസ് എന്താന്ന് പറയാൻ പറ്റുമോ? അതായത് നിങ്ങൾ ഇന്നലെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോ നമ്മുടെ ക്ലിക്ക് കൂടിയോ നമ്മുടെ ക്ലിക്ക് കുറഞ്ഞോ, നമ്മുടെ ബിസിനസ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി. നിങ്ങൾ ക്യാമ്പയിനും ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണം. നല്ല രീതിയിൽ പോയ ക്യാമ്പയിൻ ആയിരുന്നു, ഇന്നലെ വരെ നല്ല രീതിയിൽ പോയി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് മോശമായി. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്തൊക്കെ ചേഞ്ചസ് വരുത്തി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തിക്കണം അതൊക്കെ അൺഡു ചെയ്യാൻ പറ്റും. ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത് ഓക്കെ, അതിന്റെ സെറ്റിംഗ്സ് എടുത്ത് ലെഫ്റ്റ് സൈഡിൽ ശരിക്കും ശ്രദ്ധിക്കട്ടോ. ലെഫ്റ്റ് സൈഡിൽ സെറ്റിംഗ്സ്, ലെഫ്റ്റ് സൈഡിൽ ക്യാമ്പയിന്റെ സെറ്റിംഗ്സ് ആണ് പറയണത്. ക്യാമ്പയിന്റെ സെറ്റിംഗ്സ് എഡിറ്റ് ചെയ്യാറിയാലോ എല്ലാവർക്കും. അതിൽ ബിഡിങ് കണ്ടോ, ബിഡിങ്, അത് ക്ലിക്ക് ചെയ്യാം. ചേഞ്ച് ബിഡ് സ്ട്രാറ്റജി, താഴെ കണ്ട സെലക്ട് എ ബിഡ് സ്ട്രാറ്റജി ഡയറക്ട്ലി നോട്ട് റെക്കമെൻഡഡ്, അത് ക്ലിക്ക് ചെയ്യാം. മാക്സിമൈസ് ക്ലിക്കിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും അടിയിൽ മാനുവൽ CPC ഉണ്ടോ, സേവ് കൊടുക്കാം. ഇവിടെ നമ്മൾ ഗൂഗിളിന്റെ അടുത്ത് പറയാണ് ഒരു ക്ലിക്കിന് എത്ര കൊടുക്കാന്ന്. ഇനി ഓൾ ക്യാമ്പയിൻ എടുത്ത് ആ ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത് ഇവിടെ കണ്ട നിങ്ങളുടെ ആഡ് ഗ്രൂപ്പിന്റെ അവിടെ ബിഡിങ് കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് സെറ്റ് കൊടുക്കാം. അവിടെ കൊടുത്തേ വേണമെങ്കിൽ 10 കൊടുത്ത്, ആ ഡിഫോൾട്ട് മാക്സിമം CPC ഇല്ല, അതിന്റെ താഴെ 10 കൊടുക്ക്. അവിടെ 10 കൊടുക്കുക. സേവ് ചെയ്, ഒന്നുകൂടി സേവ് ചെയ്. അതായത് നിങ്ങൾ ഓരോ ക്ലിക്കിനും $10 AED കൊടുക്കാന്ന് പറഞ്ഞേക്കാണ്. ഇനി ആഡ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കണ്ട ഓരോ കീവേഡിന്റെ ബിഡ് കണ്ടോ. നിങ്ങൾക്ക് വേണേൽ ഓരോ കീവേഡിന്റെ ബിഡ് മാറ്റാം. വേണി 15 ആക്ക്, സേവ് ചെയ്യും. ക്ലിയർ ആയോ? ഇതിനെ പറയണതാണ് മാനുവൽ CPC. അപ്പൊ നിങ്ങൾ പറയും നമുക്ക് വേണമെങ്കിൽ $1 കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ $1 ഇടുമ്പോൾ ഗൂഗിൾ പറയും ഇവിടെ ഇതിന്റെ ആഡ് ഡിസ്പ്ലേ ആവണമെങ്കിൽ മിനിമം 5 ഇടണം എന്ന് പറയും. ക്ലിയർ ആയോ? ഇല്ല, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? Is it clear? ഞാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ 1 dirhams ബട്ട് ഇത് റൺ ചെയ്യുമ്പോഴാണോ ഗൂഗിൾ പറയുന്നത്? റൺ ചെയ്യുമ്പോൾ ലൈവില്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 dirham ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ പറയും നിങ്ങളുടെ ആഡ് ഡിസ്പ്ലേ ആവണമെങ്കിൽ മിനിമം 5 ഇടണമെന്നോടെ കാണിക്കും. ആ ഓരോ കീവേഡിന്റെ കോമ്പറ്റീഷൻ അനുസരിച്ച് അവർ ഒരു മിനിമം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ പറയണത് നിങ്ങൾ മാക്സിമം CPC മാക്സിമം ഇത്രം കൊടുക്കാന്നാ പറയണേ. നിങ്ങളിപ്പോ 10 AED കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ആ കീവേഡിന് ഏറ്റവും കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞ ആള്. തൊട്ട് താഴെ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന ആള് 6 AED പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങളിത് 10 ചാർജ് ചെയ്യില്ല, 7 AED ചാർജ് ചെയ്യുള്ളൂ. തൊട്ട് താഴെയുള്ള കോമ്പറ്റീറ്ററിനേക്കാളും കുറച്ചും കൂടി ചാർജ് ചെയ്യുള്ളൂ. നിങ്ങൾ മാക്സിമം 10 രൂപ വരെ കൊടുക്കാന്ന് പറഞ്ഞേക്കണേ. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയോ? സതീഷേ കിട്ടിയാ?
ഇവിടെ ശ്രദ്ധിക്കുക, എനിക്കിവിടെ 4 ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് ഇംപ്രഷൻ. ആവറേജ് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിച്ചത് ഇതിന്റെ ഇതല്ല. എനിക്ക് SEO ട്രെയിനിങ് ഓൺലൈനിൽ നിന്ന് 2 ക്ലിക്ക് കിട്ടി, 4 ഇംപ്രഷൻ. ആവറേജ് കോസ്റ്റ് പെർ ക്ലിക്ക് 29. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 30 മാക്സിമം CPC. അപ്പൊ നമ്മൾ ചാർജ് ആയിക്കണ്ട. ആവറേജ് എടുത്തിരിക്കുന്നതാണ് 29. ഇവിടെ കാണിച്ചില്ല ഒരെണ്ണം. ഇവിടെ കണ്ടോ, ഈ കീവേഡ് നോക്കാം എല്ലാരും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചിക്ക് ഞാൻ 40 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഇവിടെ ആവറേജ് എത്ര ചാർജ് ചെയ്തിരിക്കണം? 27 ചാർജ് ആയിട്ടുള്ളൂ. കണ്ടോ? ഒരു ഓൾ ക്യാമ്പയിൻ എടുത്തേ. ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്. ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്. ലെഫ്റ്റ് സൈഡിൽ സെറ്റിംഗ്സ് എടുത്തേ. ആ ബിഡിങ് എടുത്തേ. ചേഞ്ച് ബിഡ് സ്ട്രാറ്റജി മോളില് സെലക്ട് ചെയ്ത് മാനുവൽ CPCയിലൂടെ നിങ്ങൾക്ക് അവിടെ മാക്സിമൈസ് ക്ലിക്ക് ഉണ്ടോ? അതുമ്മ ക്ലിക്ക് ചെയ്യാം. അതായത് അതെന്താന്ന് പറഞ്ഞുതരാം. അത് ശ്രദ്ധിക്കാം. നിങ്ങൾ മാക്സിമൈസ് ക്ലിക്ക് ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ആ ബഡ്ജറ്റിന് നിങ്ങൾക്ക് മാക്സിമം ക്ലിക്ക് തരാൻ നോക്കും. മനസ്സിലായോ? അതിന്റെ യൂസ് എപ്പോഴാന്ന് പറയാൻ പറ്റോ? അതായത് ബ്രാൻഡിങ് ക്യാമ്പയിൻ ഒക്കെ വേണ്ടി നല്ലതാണ്. ക്ലിക്ക് മാക്സിമൈസ് ചെയ്യല്ലേ? അതായത് ബ്രാൻഡിങ് ക്യാമ്പയിൻ ഒക്കെ ഉണ്ടല്ലോ, അതിനത് ഉപയോഗിക്കാം. ബ്രാൻഡിങ് ക്യാമ്പയിൻ അതായത് നമ്മുടെ നമുക്ക് ഒരുപാട് ട്രാഫിക് കിട്ടാൻ വേണ്ടിട്ട്. ടോപ്പ് റൈറ്റിൽ കണ്ട സെറ്റിംഗ്സ് ആൻഡ് ബില്ലിംഗ് കണ്ട സമ്മറി, ബില്ലിംഗ് സമ്മറി. നിങ്ങൾക്കൂടെ മേക്ക് പേയ്മെന്റ് കൊടുക്കാം. മനസ്സിലായോ? നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ മേക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമ്പയിൻ ലൈവായി. എക്സ്റ്റൻഷൻസ് കൊടുത്തിരുന്നല്ലോ, ഇത് നമ്മള് ഓരോ എക്സ്റ്റൻഷൻസ് കൊടുക്കുമ്പോഴും വെവ്വേറെ ആയിട്ടാണ് നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒന്നിലാണ്. നമുക്കത് ഗൂഗിൾ ആഡ്സിൽ മീൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കില്ലേ കാണിക്കുക? അതിന്റെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല, അതാണ് നോക്കി ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ ഗൂഗിൾ എടുത്ത് വേറെ സെർച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ ബിഡിങ്ങില് ഒരിക്കലും കോമ്പറ്റീറ്ററിന്റെ റേറ്റ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, അത് ഗൂഗിളിൽ ഹിഡൻ അല്ലേ? അതും അറിയാം, അതേ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ സെർച്ച് ചെയ്യാണ് നിങ്ങൾക്കൂടെ. കണ്ടോ? ഇവിടെ ആഡിൽ കണ്ടോ? സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷൻ, ഇത് ലൊക്കേഷൻ എക്സ്റ്റൻഷൻ. മനസ്സിലായോ? ഓക്കെ സാർ, ഓക്കെ. നമ്മൾ മാക്സിമം എക്സ്റ്റൻഷൻസ് കൊടുക്കണം തന്നെയാണ് ഏറ്റവും നല്ലത്. അതെ, ഇത് എന്റെ ക്യാമ്പയിൻ കണ്ട ഇന്റർനെറ്റ് ലീഡ്സിന്റെ സൈറ്റ് ലിങ്ക് നോക്കണ്ട 4 എണ്ണം. കോൾ എക്സ്റ്റൻഷൻ കണ്ട? ഞാൻ നിങ്ങൾ വേറെ ഒന്നും കാണുന്നത് എന്റെ തന്നെ കാണിച്ചു തന്ന. സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്നവർ നിങ്ങളുടെ ആഡിന്റെ വലിപ്പം കൂടാണ്. സെർച്ച് ചെയ്യണവന് മറ്റു ഓപ്ഷൻസ് കുറവാ കാണുള്ളൂ. അപ്പൊ എന്തുണ്ടാവും? നിങ്ങളുടെ ആഡുമ്പോ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടും. സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷൻ കൂടുന്തോറും CTR കൂടും. എനിക്കൊരു ഡൗട്ട് എന്താണ്, ഇപ്പം ഞാനതൊരു ഡിഫറെന്റ് ഇത് തന്നെ സെയിം കോണ്ടെക്സ്റ്റിലായിരിക്കും, പക്ഷെ ഡിഫറെന്റ് സബ്ജക്ട്. മനസ്സിലായി?
ഒരു ടെക്സ്റ്റ് ആഡ് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഡാണ് ക്രിയേറ്റ് ചെയ്യണേ. ചിലപ്പോ ഒരു ടെക്സ്റ്റ് ആഡിൽ നിങ്ങൾക്ക് എല്ലാ ആഡും ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ എന്താ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യും, ബാക്കി ചില കാര്യങ്ങൾ വെച്ച് അടുത്ത ആഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഗൂഗിൾ എന്ത് ചെയ്യും, പല ആഡുകൾ ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കും. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആഡ് ഉണ്ട്, അത് ഗൂഗിൾ കൂടുതൽ കാണിക്കും.